Boche Gold and Diamonds. Buy now, pay later. വികസിത ഭാരത് സങ്കല്പ യാത്രാ പദ്ധതിയുടെ ഭാഗമായി ഡ്രോൺ ഉപയോഗിച്ചുള്ള നാനോ യൂറിയ സ്പ്രേ പ്രദർശനം സംഘടിപ്പിച്ചു. നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. റഹിയാനത്ത് ഉദ്ഘാടനം ചെയ്തു. ചെടികളിലേക്ക് നേരിട്ട് വളപ്രയോഗത്തിന് ഡ്രോൺ കൂടുതൽ സഹായിക്കുമെന്ന കണ്ടെത്തലിന്റെ ഭാഗമായി ചെറുമുക്കിലെ നന്നമ്പ്ര കൃഷിഭവൻ പരിധിയിലുള്ള ചെറുമുക്ക് പാടശേഖരത്തിൽ 1 ഏക്കർ വയലിലാണ് ഡ്രോൺ ഉപയോഗിച്ച് യൂറിയ പ്രദർശനം നടത്തിയത്. ഡ്രോണുകളിലൂടെ നാനോ യൂറിയ സ്പ്രേ ചെയ്യുന്നത് വിളകൾക്ക് കൂടുതൽ ഫലപ്രദമാണെന്നും ഉൽപാദനക്ഷമതയെ നല്ല രീതിയിൽ സ്വാധീനിക്കുമെന്നും 1 മണിക്കൂറിൽ 1 ഹെക്ടർ പാടത്ത് സ്പ്രേ ചെയ്യാൻ സാധിക്കുമെന്നും മലപ്പുറം KVK ഓഫീസർ സന്ധ്യ പറഞ്ഞു. ഒരു കർഷകന് വളരെയധികം സമയം ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ വളപ്രയോഗം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പ്രേ ചെയ്യാന്നുള്ളത്. ചിലപ്പോൾ ദിവസങ്ങളോളം സമയമെടുക്കും. മാത്രമല്ല നമുക്ക് ഒരു സ്പ്രേയർ ഉപയോഗിച്ച് ഈ 16 ലിറ്റർ 15 ലിറ്റർ ഇതിൻ്റെയൊക്കെ ടാങ്ക് തോളത്തിട്ടിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യാൻ പോകുന്നത്. അത് നമുക്കും ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വയലിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വേണം ഈ സ്പ്രേ ചെയ്യാൻ. അത് ചെടികൾക്കും ചിലപ്പോൾ കേടുപാടുകൾ ഉണ്ടാക്കാം. എന്നാൽ ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, അതായത് ഏകദേശം 7 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് 1 ഏക്കർ സ്ഥലം സ്പ്രേ ചെയ്യാം. PP ഫസീല, മുഹമ്മദ് സുഫിയാൻ എന്നിവർ ഡ്രോൺ ഉപയോഗിച്ച് മൂലകങ്ങൾ തിളയ്ക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. കൃഷിഭവന് സമീപം നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P.K. റഹിയാനത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NV മൂസക്കുട്ടി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സുമിത്ര ചന്ദ്രൻ, ബാപ്പുട്ടി, ഷെമീന, അംഗങ്ങളായ സൗദ, സേദലവി, മുസ്തഫ, മുഹമ്മദ് കുട്ടി, പാടശേഖര സമിതി കൺവീനർമാരായ AK മരക്കാരുട്ടി, നാസർ, അബ്ദുൽ കരീം, മലപ്പുറം ആത്മയുടെ അംഗങ്ങളായ അനൂജ, ധന്യ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രേണുക, നന്നമ്പ്ര കൃഷി അസിസ്റ്റന്റ്മാരായ ദർശനം, രത്നമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി.